ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് എംബ്രോയ്ഡറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒരു റൗണ്ട് നെക്കൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിക്ക് അത്യാവശ്യം നല്ല ഇറക്കത്തിലുള്ളൊരു നെക്കാണ് ഞാൻ വരച്ച് കൊടുത്തേക്കണേ. ഇനി നമുക്ക് ജസ്റ്റ് ആ പാറ്റേൺ ഒന്ന് വരച്ച് കൊടുക്കാം. നിങ്ങൾ ആ തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സ് ആദ്യമേ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽ വരുമ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിൽ വരുന്ന രീതിക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെറ്റിൽ മാർക്ക് ചെയ്യാതെ വേണമെങ്കിൽ ഇത് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ നെക്കിന് ചുറ്റും ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കണേ. നമുക്കിതിനകത്ത് അഡീഷണൽ ആയിട്ട് വേറെ വലിയ ഹെവി പാറ്റേൺ ഒന്നും വരുന്നില്ല. പക്ഷേ നമ്മുടെ ആ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പാടാണെന്ന് തോന്നും അല്ലേ. പക്ഷേ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സമയലാഭം കൊണ്ട് ഉണ്ട്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. കാണുന്ന അത്ര ഒരു പാടില്ല. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഇനി ഇതിൻ്റെ താഴേക്ക് നമുക്ക് ലീഫ് ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഫെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊക്കെ പാറ്റേൺ ഒന്ന് വരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് താഴേക്ക് ഇങ്ങനെ രണ്ട് സൈഡുകളിലേക്കായിട്ട് 2-3 ലെയറായിട്ട് ഇതുപോലെ ലീഫ് വരച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ സെൻറ്ററിൽ ലാസ്റ്റ് ഇതുപോലെ താഴേക്ക് ഒരു ലീഫ് കൂടെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന എല്ലാ പാറ്റേണും ഇതേ രീതിയിൽ തന്നെയാണ് വരച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഓൾ ഓവർ നെക്ക്, അതായത് ഷോൾഡർ ടു നെക്കിലേക്ക് വരുന്ന ഡിസൈനാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ തന്നെ ഒന്ന് വരച്ച് കൊടുക്കണേ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. എല്ലാം ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിനിടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ബീഡ്സ് ഒക്കെ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്പ് വരുന്നിടം വേണമെങ്കിൽ മാത്രം ചെയ്യാം. തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ടും എടുത്തേക്കുന്നത് ഷുഗർ ബീഡ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സാണ് ഇതേപോലെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആൻറ്റി കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാനിപ്പോൾ റൗണ്ട് പേൾ ബീഡ് എടുത്തിട്ടുണ്ട്. പേൾ ബീഡ് ഇല്ലാത്തവർ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. അതായത് നമ്മളൊരു ഫ്ലവറിൻ്റെ സെൻറ്ററിലെ ആ ഒരു ഭാഗത്ത് വെക്കാനായിട്ടാണ് നമ്മൾ ഈ പേൾ ബീഡ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ റെഡ് കളർ ഉണ്ടായിരുന്നുകൊണ്ട് റെഡ് കളർ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് ഏതാണോ ആ കളർ പേൾ ബീഡ് ഉണ്ടെങ്കിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കളറ് ഫ്രഞ്ചിലോട്ട് ത്രെഡ് എടുത്തിട്ട് സെൻറ്ററിൽ ഫ്രഞ്ചിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഫ്രഞ്ചിനോട്ട് ഇട്ട് ആ ഒരു റൗണ്ട് മാർക്കിങ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് അതിന് ചുറ്റും നമുക്ക് സെയിം ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്താൽ മതിയാവും. അപ്പോൾ എപ്പോഴും നമ്മൾ റൗണ്ട് ബീഡ്സ് വെക്കുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഇതുപോലെ 2 തവണ സ്റ്റിച്ച് ചെയ്ത് നന്നായിട്ട് സ്റ്റിക്കാക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് 3 ലെയറുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് ഒന്ന് സൂചിയിൽ കോർത്തെടുത്തിട്ട് വെച്ച് നോക്കുക നമ്മുടെ പെറ്റലിനനുസരിച്ച് വരുന്നുണ്ടോയെന്ന്. ആ ഒരു വലുപ്പത്തിനനുസരിച്ച് തന്നെ എടുക്കുക. അപ്പോൾ എത്ര ബീഡാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്ര എണ്ണത്തിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 7 ബീഡ് വേണ്ടി വന്നു. അപ്പോൾ ഇതുപോലെ ഒന്നിച്ച് തന്നെ അത് കോർത്തെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ കാണുന്ന പോലെ 3 ലെയറുകളായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലെയറുകൾ ഭംഗിയായിട്ടിരിക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ സെൻറ്ററിലെ ലെയർ കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം 2 സൈഡിലേക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, അതുപോലെ ഭയങ്കര ഈസിയല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ എക്സാക്റ്റ് ഒരു പാറ്റേൺ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യമേ നമ്മൾ സെൻറ്ററിലെ ലെയർ വെച്ച് കൊടുത്തിട്ട് പിന്നെ 2 ലെയറും വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ആ ഒരു പെറ്റൽ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ എല്ലാ പെറ്റൽസും ഫില്ല് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ, നല്ല എളുപ്പമല്ലേ. നിങ്ങൾ ആ ഒരു തമ്പനയിൽ കണ്ടപ്പോൾ ഇത് ഭയങ്കര പാടാൻ തോന്നിയില്ലേ. പക്ഷേ ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് വർക്കാണ് വരുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അതായത് ബിഗേഴ്സിന് പോലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഡിസൈൻസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരിക കേട്ടോ. അപ്പോൾ നമുക്ക് 1-2 ഫോട്ടോസ് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കിട്ടുന്ന ഫോട്ടോസൊക്കെ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ആ ഫോട്ടോസ് ഉണ്ടാവും. കാണാൻ താല്പര്യമുള്ളവരെ അതുകൂടി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ കൊടുത്തേക്കുന്ന 5 പെറ്റൽസും ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എല്ലാവരുടെയും ക്രിസ്മസൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസ് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസിനൊക്കെ നല്ല റീച്ച് കുറവായിരുന്നു. എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കണേ.
അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്സ് അറിയിക്കണം. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്നെങ്കിലും എനിക്ക് അറിയാനായിട്ട് സാധിക്കുമല്ലോ. കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, എനിക്കറിയാം. നിങ്ങളത് വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ആരും തന്നെ കമൻറ്റ്സ് ഇട്ട് കാണുന്നില്ല. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് കിട്ടിയാലേ നമുക്ക് വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ദയവേതൊന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലീഫാണ്. നമ്മൾ ലീഫ് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഈ ഒരു ലീഫ് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിച്ച് നമ്മൾ ഇതുപോലെ കോർത്തെടുക്കുക, അതിനുശേഷം ഇതുപോലെ ചെരിച്ച് ഓരോ ലെയറുകളായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലീഫ്, നിങ്ങൾ ആ ഒരു പാറ്റേൺ കണ്ടല്ലോ, അത്യാവശ്യം നമ്മൾ ലീഫ് നീളത്തിലാണ് കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നീളത്തിൽ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾ ഓവർ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. താഴെ വരെ ലീഫ് കംപ്ലീറ്റ് ചെയ്യണേ. ഇനി ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ബീഡ്സ് കൂടെ വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്